Hello, students. Today we are going to discuss the four essential communication skills. This area is a very important area of syllabus. So we'll discuss the four communication skills and their classification. So, before getting into the details of the types of communication skills, I would like to give you some idea regarding communication skills and what communication is. That is, we'll define what you mean by communication and what you mean by communication skills. So, all of you will be familiar with what communication is, right? That is giving or getting back information is what we call communication. But to define communication, it is the process of sending and receiving information. It can be performed in writing, verbally, or visually. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം? വി ക്യാൻ റൈറ്റ്, വി ക്യാൻ ഡു ഇറ്റ് വേർബലി. ദാറ്റ് ഇസ് വേർബലി എന്ന് വെച്ചാൽ ബൈ മേക്കിംഗ് യൂസ് ഓഫ് വേർഡ്സ്. വേർബലി ചെയ്യാം, ഓർ വിഷ്വലി ഇൻ ദ സെൻസ് ഐ ടു ഐ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഹാൻഡ് കൊണ്ടുള്ള ജെസ്റ്റേഴ്സ്, ബോഡി പോസ്ചേഴ്സ്, അതൊക്കെ എന്താണ് സോർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. Okay, so we can define communication as a process of sending and receiving information, and it can be performed in different ways by making use of writing, verbally, or visually. And good communication means that we can send and receive information in a way that is clear and essentially understood. Okay, എപ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുന്നത്? When we give something to someone and that person is able to comprehend it. ഓക്കെ, നമ്മളൊരു കാര്യം ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതിൻ്റെ ആ ഒരു മീനിങ് കറക്റ്റായിട്ട് നമ്മുടെ റിസീവർക്ക് മനസ്സിലാകുമ്പോൾ മാത്രമാണ് ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയാം. സോ കമ്മ്യൂണിക്കേഷൻ നീഡ് ടു ബി ഇഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് വെച്ചാൽ അത് ഇഫക്റ്റീവ് ആവണം. ഇഫക്റ്റീവ് എപ്പോഴാണ് ആവുക? നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അതിൻ്റെ ഓഡിയൻസ് അല്ലെങ്കിൽ റിസീവർ പ്രോപ്പറായിട്ട് കോംപ്രിഹെൻഡ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകുന്നത് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആവുന്നത്. നമ്മുടെ മെസ്സേജസ് ഡീകോഡ് ചെയ്യാൻ അവർക്ക് പറ്റണം. ഓക്കെ, സോ ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഡെഫിനിഷൻസ്, കുറച്ചുകൂടി നല്ല ഡെഫിനിഷൻസൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ബട്ട് ദിസ് ഈസ് എ ബേസിക് ഡെഫിനിഷൻ. Then what are communication skills? Communication skills refers to the ability to exchange information in a productive and constructive manner. This is one definition. That is നമുക്ക് എന്താണ്, നമുക്കറിയുന്നൊരു കാര്യം അത് പ്രൊഡക്റ്റീവായിട്ടും അതിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. അതിലോട്ട് പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയാം. എബിലിറ്റി ടു എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ഇൻ എ പ്രൊഡക്റ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് മാനർ, ഓർ ഇറ്റ് ഈസ് ദ കേപ്പബിലിറ്റി ടു കൺവേ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ദ റിസീവർ. റിസീവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഇനി ഇൻഫർമേഷനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് റെഫേഴ്സ് ടു ദ talent to express ideas effectively, or it is the expertise in delivering facts, statistics, knowledge, guidance, advice in a useful manner. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐഡിയാസൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. വേറെയും കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്, ഇതിലൊരു 2-3 നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, വാട്ട് യു മീൻ ബൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നൊരു ക്വസ്റ്റ്യനൊക്കെ വരികയാണെങ്കിൽ അതിനെഴുതാൻ പറ്റിയ നമുക്കറിയാം, ബട്ട് നമ്മളത് എഴുതി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ ഡെഫിനിഷൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്താണെന്ന് നോക്കി. നൗ വൈ ഡു യു നീഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ? എന്തിനാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ വൈറ്റൽ ടു many aspects of our life, and so it is crucial to have good communication skills. See, communication skills എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ എല്ലാ
ആസ്പെക്ട്സ് അല്ലെങ്കിൽ എല്ലാ ടൈമിലും നമുക്ക് ആവശ്യം വരുന്നൊരു സാധനമാണ്. അതായത് നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ പുറത്താണെങ്കിലും ഫോർമൽ ഒക്കേഷൻ ആണെങ്കിലും ഇൻഫോർമൽ ഒക്കേഷൻ ആണെങ്കിലും എപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ടു ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. When we have good communication skills, people we are trying to communicate will be able to understand exactly what we are trying to say, and at the same time we will understand exactly what they are trying to say. Okay, അപ്പം നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവാനും മറ്റുള്ളവർ പറയുന്നത് നമ്മൾക്ക് മനസ്സിലാവാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. ഇതിന് നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പം ലാംഗ്വേജ് പ്രോബ്ലം ഉള്ള ഒരാൾ, അതായത് ഒരു മലയാളി, ഒരു ഇംഗ്ലീഷ് അറിയാത്തൊരു മലയാളി പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് പോകുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയങ്ങളൊക്കെ നമുക്കിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ് അതിലൂടെ നമുക്ക് വ്യക്തമാക്കാം. ഓക്കെ, അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ആസ്പെക്ട്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, വാട്ട് ആർ ദ നീഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ ആ ആൻസർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. അധികവും എസ്സേസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ ആസ്പെക്ട്സ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, then we'll move into the classification, that is ഏതൊക്കെയാണ് communication skills. Broadly speaking, the communication skills are classified into two, that is active skills and passive skills. Active skills are also known as productive skills. ഓക്കെ, അപ്പോൾ 2 ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനുള്ളത്, അതായത് ആക്റ്റീവ് സ്കിൽസും പാസീവ് സ്കിൽസും. ഫസ്റ്റ് we'll look into the details of active skills. Active skills are also known as productive skills. പ്രൊഡക്റ്റീവ് സ്കിൽസ് എന്ന് വെച്ചാൽ എന്താ, പ്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മൾ. ഓക്കെ, അപ്പം ഈ ആക്റ്റീവ് സ്കിൽസിൽ എന്തൊക്കെയാണ് പെടുന്നത് നോക്കൂ. ദ പ്രൊഡക്റ്റീവ് സ്കിൽസ് ആർ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ബിക്കോസ് ലേണേഴ്സ് ഡൂയിങ് ദീസ് നീഡ് ടു പ്രൊഡ്യൂസ് ലാംഗ്വേജ്. ആക്റ്റീവ് സ്കിൽസ് എടുത്ത് നോക്കൂ. ആക്റ്റീവ് സ്കിൽസിൽ എന്തൊക്കെയാണ് വരുന്നത്, സ്പീക്കിങ്ങും റൈറ്റിങ്ങും. നമ്മളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വായിൽ തോന്നിയത് വിളിച്ച് പറയല്ല ചെയ്യുക. വി തിങ്ക് ബിഫോർ വി സ്പീക്ക്. ഓക്കെ, നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളത് തിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ പറയുന്നത്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിനുള്ള ആൻസർ നമ്മൾ ചിന്തിച്ചതിന് ശേഷമാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, അതൊരു ആക്റ്റീവാണ്. നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അവിടെ കോൺഷ്യസ് ആണ് നമ്മൾ കൊടുക്കുന്ന ഓരോ വാക്കുകൾക്കും. ഓക്കെ, റൈറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്, എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളൊരു കാര്യം എഴുതുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്തിട്ടാണ് നമ്മളത് എഴുതുന്നത്, അല്ലാണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതുന്നില്ല. വി തിങ്ക്, അവിടെ ഒരു തിങ്കിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കോൺഷ്യസ് ആണ്. അതുകൊണ്ടാണ് ഈ 2 സ്കിൽസിനെയും നമ്മൾ ആക്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്. നോക്കൂ, ദ പ്രൊഡക്റ്റീവ് സ്കിൽസ് അല്ലെങ്കിൽ ആക്റ്റീവ് സ്കിൽസ് ആർ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ബിക്കോസ് ലേണേഴ്സ് ഡൂയിങ് ദിസ് നീഡ് ടു പ്രൊഡ്യൂസ് ലാംഗ്വേജ്. ദേ നീഡ് ടു പ്രൊഡ്യൂസ് സം ലാംഗ്വേജ്. നമ്മുടെ കയ്യിൽ ഒരുപാട് വൊക്കാബുലറി ഉണ്ട്, ഒരുപാട് വേർഡ്സ് ഉണ്ട്. അതൊക്കെ എവിടെയൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ട് പറയണം എന്നുള്ള ആ ഒരു പ്രോസസ്സ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത് കൊണ്ട് തന്നെ വി ആർ കോൺഷ്യസ് ഓഫ് വാട്ട് വി റൈറ്റ് ആൻഡ് വാട്ട് വി സേ. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആക്റ്റീവ് സ്കിൽസ്. Okay, then coming to the next skill, that is passive skills. Passive skills are also known as receptive skills. Receptive skills എന്ന് വെച്ചാൽ എന്താ, നമ്മൾ റിസീവ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് നമ്മളവിടെ കോൺഷ്യസ് അല്ല. ഓക്കെ, ഇവിടെ റിസപ്റ്റീവ് സ്കിൽസിൽ വരുന്നത് അല്ലെങ്കിൽ പാസീവ് സ്കിൽസിൽ വരുന്നത് ലിസണിങ്ങും റീഡിങ്ങുമാണ്. ഇവിടെ പറയുന്ന റീഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് വായിക്കുന്ന റീഡിംഗ് ആണ്, അല്ലാതെ റീഡിങ് അലൗഡ് അല്ല, ഉറക്കെ വായിക്കുന്നതല്ല, നമ്മൾ മനസ്സിൽ വായിക്കുന്ന റീഡിങ്ങിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിസപ്റ്റീവ് സ്കിൽസ് ആർ ലിസണിങ് ആൻഡ് റീഡിങ് ആൻഡ് ദേ ആർ കോൾഡ് പാസീവ് സ്കിൽസ് ബിക്കോസ് ലേണേഴ്സ് ഡു നോട്ട് നീഡ് ടു പ്രൊഡ്യൂസ് എനി ലാംഗ്വേജ് ഹിയർ. ദേ റിസീവ് ആൻഡ് ദേ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അവർ ഒന്നെങ്കിൽ റിസീവ് ചെയ്യും അല്ലെങ്കിൽ അവർ മനസ്സിലാക്കും. ഈ 2 പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. നോക്കൂ, ലിസണിങ്, യു ആർ ലിസണിങ് ടു എ ക്ലാസ്. നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ഞാനവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഇറ്റ് ഈസ് നോട്ട് വെരി എസെൻഷ്യൽ ദാറ്റ് യു നീഡ് ടു ബി വിജിലൻ്റ് ഇൻ ദ ക്ലാസ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാം
എല്ലാവരും എപ്പോഴും ഇങ്ങനെ വിജിലൻ്റായിട്ട് അല്ലെങ്കിൽ ഫുൾ കോൺസെൻട്രേഷനിലൂടെ ഇരുന്ന് കേട്ടോളണം എന്നില്ല. നിങ്ങൾ ആ ക്ലാസ്സിൻ്റെ ഇടയിൽ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അവിടെ എന്തല്ല നിങ്ങളുടെ തിങ്കിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അവിടെ എന്തല്ല ആക്റ്റീവ് അല്ല, പാസീവായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്റ്റീവായിട്ട് ഇരിക്കണം, ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാസീവായിട്ടും ഇരിക്കാം. അപ്പോൾ അവിടെ ഒരു നെസസിറ്റി ഇല്ല ഇങ്ങനെ ആവണം എന്ന്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ, വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ലാംഗ്വേജ് ഒന്നും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് കേട്ടോണ്ടിരിക്കുക, ഒന്നെങ്കിൽ റിസീവ് ചെയ്യുക. പിന്നെ അവിടെ ഒരു ആക്റ്റീവായിട്ടുള്ള ലിസണിങ് പ്രോസസ്സാണ് നടക്കുന്നതെങ്കിൽ അവിടെ എന്താവും, കാര്യങ്ങൾ മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പം റിസീവ് ചെയ്യുക, അത് മനസ്സിലാക്കുക, റിസീവ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാണ്ട് നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുമ്പം എന്താ പറയുന്നത്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിയെടുക്കാൻ പറയുന്നത്. ലെക്ചർ നോട്ട് ഡൗൺ ചെയ്തെടുക്കുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്, അവിടെ രണ്ട് ആക്റ്റീവ് സ്കിൽസും പാസീവ് സ്കിൽസും ഒരേപോലെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ബൈ ചാൻസ് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ആക്റ്റീവ് സ്കിൽ ഉള്ളത് കൊണ്ട് നിങ്ങളവിടെ വിജിലൻ്റ് ആയിട്ടിരുന്ന് എഴുതും. ഓക്കെ, എന്താണ് അത് ജസ്റ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് സ്കിൽസും പാസീവ് സ്കിൽസും ആണ് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ഈ ആക്റ്റീവ് സ്കിൽസാണ് നമ്മൾ ഈ അപ്ലൈഡ് ലാംഗ്വേജ് സ്കിൽസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നത്. അതായത് ആക്റ്റീവ് സ്കിൽസിൽ നമ്മൾ എന്തൊക്കെ പറയാം, ഈ ആക്റ്റീവ് സ്കിൽസിൽ വരുന്നത് എന്തൊക്കെയാണ്, സ്പീക്കിങ്ങും റൈറ്റിങ്ങും. ഓക്കെ, ഇനി ഈ ആക്റ്റീവ് സ്കിൽസിനെ തന്നെ നമുക്ക്, അതായത് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും തന്നെ നമുക്ക് വേണമെങ്കിൽ ഇനിയും ഡിവൈഡ് ചെയ്യാം. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഞാൻ പറയാൻ കാരണം എസ്സേസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്നുകൂടി ഇങ്ങനെ എൻലാർജ് ചെയ്ത് കൊണ്ടുവരാനാണ് ഞാൻ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി പറയുന്നത്. അതായത് ആക്റ്റീവ് സ്കിൽസിന് നമ്മൾ സ്പീക്കിങ്ങും റൈറ്റിങ്ങുമാണ് ആക്റ്റീവ് സ്കിൽസ് എന്ന് പറഞ്ഞു. ഇനി സ്പീക്കിങ്ങിനെയും റൈറ്റിങ്ങിനും വേണം നമുക്ക് ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോർമൽ അല്ലെങ്കിൽ ഇൻഫോർമൽ. ഓക്കെ, നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. റൈറ്റിംഗ് ആണെങ്കിലോ ഫോർമൽ റൈറ്റിംഗ് ഉണ്ട്, ഇൻഫോർമൽ റൈറ്റിംഗ് ഉണ്ട്. ഫോർമൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ, റിപ്പോർട്ട്, കാര്യങ്ങൾ അതൊക്കെ ഫോർമലാണ്. വേറെ പേഴ്സണൽ ലെറ്റേഴ്സ്, അതേപോലെയുള്ള ടെക്സ്റ്റിങ് കാര്യങ്ങൾ അതൊക്കെ എന്താണ്, ഇൻഫോർമലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാം. അപ്പോൾ ആക്റ്റീവ് സ്കിൽസാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ സ്പീക്കിങ്ങിൽ തന്നെയുള്ള ഫോർമലും ഇൻഫോർമലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ സ്കിൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുക റൈറ്റിങ്ങിലാണ്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള നമ്മുടെ അപ്ലൈഡ് ലാംഗ്വേജ് സ്കിൽസിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ എന്താണ് ഡീൽ ചെയ്യുക, പാസീവ് സ്കിൽസാണ് നമ്മളവിടെ ഡീൽ ചെയ്യുക. അപ്പം പാസീവ് സ്കിൽസിൽ ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്, ലിസണിങ്ങും റീഡിങ്ങുമാണ് വരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ്, അതായത് ഇൻറ്റൻസീവ് റീഡിങ്, എക്സ്റ്റെൻസീവ് റീഡിങ്, പാസീവ് ലിസണിങ്, ആക്റ്റീവ് ലിസണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനും ഒരു ക്ലാസിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ് എൻ എസ്സേ ഓൺ ദി 4 എസെൻഷ്യൽസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊണ്ടുപോകാം. അതായത് സെക്കൻഡ് മൊഡ്യൂളോട് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റിസപ്റ്റീവ് സ്കിൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു പ്രോപ്പർ ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഓക്കെ, അത് ഞാൻ ഇതിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ക്ലാസ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള 2-3 ക്ലാസിഫിക്കേഷൻ കൂടി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറയുന്നത് ആക്റ്റീവ് സ്കിൽസാണ്. ആക്റ്റീവ് സ്കിൽസ് സ്പീക്കിങ്ങും റൈറ്റിങ്ങുമാണ്. ആ സ്പീക്കിങ്ങും റൈറ്റിങ്ങിനെയും നമുക്ക് വീണ്ടും ഫോർമൽ, ഇൻഫോർമൽ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് യു ക്യാൻ പ്രൊവൈഡ് ആഡിക്വേറ്റ് എക്സാമ്പിൾസ്. ഓക്കെ, സോ താങ്ക് യു.